ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൗച്ച് പാക്കിംഗ് ആണ് ഗൈസ്. നിങ്ങൾ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും പൗച്ച് പാക്കിംഗ് ഒക്കെ. ഇത് ഒരു സ്പെഷ്യലാണ്, കാരണം ഇതിൻ്റെ പുത്തൻ പൗച്ചാണ്. ഇത് ഞാനുണ്ടാക്കിയ കീ ചെയിനാണ്. പിന്നെ ഇതിനകത്തുള്ള കുറേ സാധനങ്ങൾ പുതിയ കാണാം. ആദ്യമേ വെക്കുന്ന ഒരു സ്കെയിലാണ്, പുത്തൻ സ്കെയിലാട്ടോ. എൻ്റെ പുത്തൻ പുതിയ സ്കെയിലാണ്. രണ്ടാമത് വെക്കുന്നത് ഒരു സിസറാണ് ഗൈസ്. മൂന്നാമത് ഒരു പേപ്പർ സ്പൂഷ്. നാലാമത് വെക്കുന്നതാണ് ഒരു വൈറ്റ്നർ. പേരൊക്കെ വായിച്ചോളൂ. യൂണോമാക്സിൻ്റെ ഒരു വൈറ്റ്നർ ആട്ടോ. പിന്നെ ഒരു നോർമൽ പെൻ, വിന്നിൻ്റെ നോർമൽ ഒരു പെൻ വെച്ചു. അതിന് രണ്ടും പെൻസിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു നടരാജിൻ്റെ അല്ല, ഡോംസിൻ്റെ ആണ് ഗൈസ്. നടരാജിൻ്റെ അല്ല, ഇത് ഡോംസിൻ്റെ പെനാണ്. ഡോംസിൻ്റെ എണ്ണം വെച്ചു. പിന്നെ ഡോംസിൻ്റെ പെൻസില്. അതിന് പിന്നെ ഡോംസിൻ്റെ ആണോ എനിക്കറിയില്ല. ഇത് ഡോംസിൻ്റെ, ഇതും ഡോംസിൻ്റെ ആണ് ഗൈസ്. ഇതും ഡോംസിൻ്റെ ഒരു പെൻസിൽ വെച്ചു. പിന്നെ ഒരു റബ്ബർ വെച്ചിട്ടുണ്ട് ഗൈസ്. ഡോംസിൻ്റെ പുതിയ റബ്ബർ. അപ്സരയുടെ എൻ്റെ ഒരു ഓൾഡ് റബ്ബർ ആട്ടോ വെച്ചിട്ടുള്ളത്. കാരണം തീർന്നിട്ടില്ല. പിന്നെ എൻ്റെ കട്ടറായിരുന്നു പൊട്ടിപ്പോയിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം കട്ടർ വെച്ചത്. പെൻസിൽ വെച്ചാൽ ചുമ്മാ എനിക്ക് ഗിഫ്റ്റ് ഇട്ട് കേട്ടോ. പിന്നെയാണ് മെയിൻ ഗൈസ്. കണ്ടിട്ടുണ്ടാവും, പക്ഷേ മനസ്സിലാണ്. സ്റ്റൈലിഷിൻ്റെ 4 കളറാണ്. പക്ഷെ നിങ്ങൾ കരുതും ഇത് 4 കളറിലുള്ള പെന്നായിരിക്കും. അല്ല, ഇതെല്ലാം ബ്ലൂ പെന്നാണ് ഗൈസ്. അപ്പം അത് കഴിഞ്ഞു. ഇനി ഞാനൊരു ഈ സാധനം എന്നാ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്ത് കഷ്ടപ്പെടണം, ഞാൻ പറയാം. ഇതുണ്ട് വാഷി ടേപ്പ് ആട്ടോ ഗൈസ്. ഇതേപോലെ വെച്ചിട്ടുള്ള വാഷി ടേപ്പ്. വാഷി ടേപ്പ് ആണ് ഗൈസ്. ഇതെൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനാട്ടോ. അത് പറഞ്ഞു എനിക്ക് വേണ്ടി. അപ്പോൾ എനിക്ക് കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഗൈസ്. ഇതൊന്ന് എടുത്തോട്ടെ. ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. അടിച്ചിടാമേ. അങ്ങനെ നിൽക്കുന്നത് കാണുന്നത് മനസ്സിലാകത്തുള്ളൂ, എന്നാലേ ഉള്ളൂ. നമുക്കിവിടെ കാണാനല്ലാതെ ഇതാണ് സാധനം. അപ്പൊ ഇതോ പേപ്പർ കപ്പല്ലേ? അല്ല, ഞാൻ കാണിച്ചു തരണ്ടേ. എടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സാധനം കാണും. അതിങ്ങനെ ഇത്തിരി ഞാൻ അടിച്ചു കഴിയുമ്പോൾ അത് കത്തും. 2 തവണ അടിച്ചു കഴിയുമ്പോൾ അത് കത്തും. ഇടുമ്പോൾ ലാമ്പ് പോലെ ലാമ്പിൻ്റെ രൂപത്തിൽ കിട്ടും. മനസ്സിലേ? ലാമ്പ്. അത് ഞാൻ കണ്ടിട്ട ഇത് അതേ ലാമ്പല്ല, പക്ഷെ ഇതൊരു വേറെ സാധനമാണ്. എന്നാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. പഴയതുപോലെ തന്നെ ഗസ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞുതരാം. പെയിന്റാണ്. പെയിന്റ് ഇട്ടൊക്കെ ഇങ്ങനത്തെ സാധനമല്ല. പെയിന്റൊക്കെ ഇനി അടുത്ത് എന്നോട് കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു തരുമെന്ന്. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ബാക്ക് ഇച്ചിരി ടഫാണ്. ഒരു ടു ഡു ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ടു ഡു ലിസ്റ്റ്, പിന്നെ ഡ്രീം ക്യാച്ചർ, പിന്നെ എൻ്റെ ബാഗ് ഹാങ് ചെയ്തിട്ട്, പിന്നെ കുറേ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊരു ഡോറാട്ടോ, ഡോറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം.
സ്റ്റഡി ടേബിൾ അകംവശം വെച്ചാൽ പുറം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ വരുന്നതാണ് ഗൈസ്. അപ്പം ഇപ്പം ഞാൻ ഒരു അകംവശം കാണിച്ചു തരാമേ. ഇതാണ് ഗൈസ് എൻ്റെ പുറം വശം, സ്റ്റഡി ടേബിളിൻ്റെ അകംവശം. ഇതിങ്ങനെ അടയ്ക്കുന്ന ടേബിളാണ്. ഇതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ലാഭിക്കാം. ഇങ്ങനെ ഇരിക്കും. പിന്നെ കണക്ഷൻ അടിക്കുന്ന സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇനി ഇവിടെ നിന്നായിരിക്കും ഗൈസ് എൻ്റെ വീഡിയോസൊക്കെ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ചേഞ്ച് ചെയ്യും, ചിലപ്പോൾ ചേഞ്ച് ചെയ്യത്തില്ല. അത് എൻ്റെ ഇഷ്ടമാണ് ഗൈസ്. ചിലപ്പം ഇവിടെ ഇരുന്ന് ഞാൻ വീഡിയോ എടുക്കും, അവിടെ ഇവിടെ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കും. ഇതിനുള്ള ഒരു കാര്യം കാണിച്ചിടാൻ ഗൈസ്. ഇതാണ് 4ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഗൈസ്. ഇതിൽ ഞാനാണിത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഈ പെൺകുട്ടി, ഈ പെൺകുട്ടിയാണ് ഞാൻ. ഇത് മൈ ക്ലാസ് ടീച്ചർ. ഇതും ഈ 3 പേര് എന്നെ പഠിപ്പിച്ചത്. അറിയത്തൊന്നുമില്ലായിരിക്കും, കാരണം ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ ടീച്ചേഴ്സിനെ കാണിച്ചിട്ടില്ല. എൻ്റെ ടീച്ചേഴ്സിന് ഇതൊരു പ്രൗഡാകട്ടെ. താങ്ക് യു ടീച്ചേഴ്സ്, മൈ ഫേവറേറ്റ് ടീച്ചർ. ഈ 3 ടീച്ചേഴ്സും മൈ ഫേവറേറ്റ് ടീച്ചറാണ്. ഇപ്പോഴത്തെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എൻ്റെ ഫേവറേറ്റ് ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്കിത് അറിയത്തില്ലായിരിക്കും. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ്. ഇതിന് എൻ്റെ ഒരു കസിനുണ്ട്. ദിസ് ഈസ് മൈ കസിൻ. ഇവർ രണ്ടുപേരും എൻ്റെ കസിൻസാണ് ഗൈസ്. കാണത്തില്ലായിരിക്കും, എനിക്കറിയില്ല. പിന്നെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ കാണിക്കാൻ. പിന്നെ ഒന്നുമില്ല ഗൈസ്. പിന്നെ മൊത്തം ഒരു വീഡിയോ ഞാൻ വരുന്നുണ്ട്. ഇപ്പം ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ഒരു വലിയ വീഡിയോ വരുന്നുണ്ട് ഗൈസ്. ചലഞ്ചസും ഒക്കെ എടുക്കാം, കുറേ ക്രാഫ്റ്റും ഒക്കെ നമുക്ക് എടുക്കാം ഗൈസ്. ക്രാഫ്റ്റും ഒക്കെ. ഇനി ഇത് നമ്മൾ കാണിച്ചില്ലല്ലോ. ഇതുണ്ടോ ഗൈസ്? ഞാൻ ചെയ്ത എൻ്റെ പെൻ. ഇത് പേപ്പർ കപ്പാട്ടോ. ഇത് ഈ ഒരു കപ്പിനെ ഈ ഒരു പരുവത്തിൽ പെയിന്റ് അടിച്ചാണ് ഗൈസ്. നല്ല രസമുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്തത്. വെറുതെ ചെയ്തല്ല, ഭംഗിയുണ്ട്. പിന്നെ 3 കപ്പിൻ്റെ വേസ്റ്റ് ആയിട്ടുണ്ട്. 1 കപ്പിൻ്റെ വേസ്റ്റ് ആയിട്ടുണ്ട്. ഈ പീസ് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വീഡിയോയുടെ അടി കമൻറ്റ് ചെയ്യണം ഗൈസ്. എനിക്ക് അറിയിച്ചിട്ട് ചെയ്യുന്നു. എനിക്ക് കീ ചെയിൻസ് ഒക്കെ ഉണ്ടാക്കാം. കീ ചെയിൻസോ വല്ല ബുക്കിൻ്റെ കവറായിട്ടൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ ഇനി എന്നാ ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്കിവിടെ വേണമെങ്കിൽ ഒട്ടിച്ചിട്ടോ ഈ എക്സ് എന്നുള്ള രീതിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ എത്രയോളം ബൈ ഫ്രം അഭിനന്ദ ബിജു.